ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഫംഗ്ഷൻ കറിങ്ങിനെ പറ്റിയാണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ബൈൻഡ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്, മറ്റൊന്ന് ക്ലോസ് വേർഡ്സ് എന്ന് പറയും. ക്ലോസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനാണ്, അതിന് പേരൻ്റ് സ്കോപ്പ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ബൈൻഡ് മെത്തേഡ് വെച്ചിട്ടുള്ള ഫംഗ്ഷൻ കറിങ്ങിനെ പറ്റി ഒന്ന് പഠിക്കാം. അതിനായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഫംഗ്ഷൻ ആഡ് എന്ന് പറഞ്ഞാൽ രണ്ട് പാരാമീറ്ററാണ് ഞാൻ പാസ് ചെയ്യുന്നത്, എ ബി എന്ന് പറയുന്നത്. ഇവിടെ ഞാനത് പ്രിൻ്റ് ചെയ്യുന്നു, ആഡ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യുന്നു. ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് അതിനായിട്ട് ഉപയോഗിക്കുന്നു. എ പ്ലസ് ബി എന്ന് ഇവിടെ പറയുന്നു. ഇനി നമുക്ക് ബൈൻഡ് മെത്തേഡ് യൂസ് ചെയ്തൊരു ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ പേര് ഞാൻ ആഡ് ടു നംസ് എന്ന് പറയുന്നു. ഈക്വൽസ് ആഡ് ഡോട്ട് ബൈൻഡ് എന്ന് പറയുക. ആഡ് ഫംഗ്ഷൻ ആണ് ബൈൻഡ് ചെയ്യുന്നത്. ദിസ് പറയുക, ഫസ്റ്റ് പാരാമീറ്റർ പറയുക. ഞാൻ ഫസ്റ്റ് പാരാമീറ്റർ 25 പറയുന്നു. ഇനി നമുക്ക് ഈ ആഡ് ടു നംസിനെ ഒന്ന് കോൾ ചെയ്യാം. അടുത്ത സെക്കൻഡ് പാരാമീറ്റർ വെച്ചിട്ട് സെക്കൻഡ് പാരാമീറ്റർ ഞാൻ ഒരു 50 ആണ് പറയുന്നത്. സേവ് ചെയ്യുക. നമുക്കിനി അതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യണമെങ്കിൽ നോഡ് fn_currying.js. ഇപ്പം നമുക്ക് കാണാം, നമുക്ക് 75 എന്നുള്ള റിസൾട്ട് ചെയ്ത്, അതായത് 25 + 50 75 എന്ന്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയായിട്ടുള്ള ക്ലോസ് വേർഡ്സ് വെച്ച് ചെയ്യാം. കുറച്ച് വ്യത്യാസങ്ങളാണുള്ളത്. നമുക്ക് ഫംഗ്ഷൻ ആഡ് തന്നെ യൂസ് ചെയ്യാം. ആഡ്, ഇവിടെ ഒരു പാരാമീറ്ററെ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഇവിടെ നമ്മൾ റിട്ടേൺ പറയുന്നിടത്ത് അടുത്ത ഫംഗ്ഷൻ പറയുന്നു. ആ ഫംഗ്ഷൻ അത് രണ്ടാമത്തെ പാരാമീറ്ററുള്ള ബി പറയുന്നു. ഇവിടെ നമ്മൾ പറയുന്നു കൺസോൾ ഡോട്ട് ലോഗ് എ പ്ലസ് ബി. ഇവിടെയാണ് നമ്മൾ ആഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുന്നത്. ഇതിനാണ് ക്ലോഷർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് ഈ ക്ലോഷർ ആണെങ്കിൽ നമുക്ക് പേരൻ്റ് സ്കോപ്പിന് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെയുള്ള എയെ നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിനെ കോൾ ചെയ്യുന്ന രീതി കുറച്ച് വ്യത്യാസമാണ്. നമ്മളിവിടെ ആഡ് പറയുക, അതിനുശേഷം ഫസ്റ്റ് പാരാമീറ്റർ പാസ് ചെയ്യുക. ഞാനിവിടെ 10, അടുത്ത പാരാമീറ്റർ പാസ് ചെയ്യുക. ഇവിടെ ഞാൻ 20 പാസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് അതിനെ കോൾ ചെയ്യേണ്ടത്. ഇനി നമുക്കിത് സേവ് ചെയ്തു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം 10 + 20 30 നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് രണ്ട് രീതിയിൽ ഫംഗ്ഷൻ കറിയിങ് ജാവാസ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.